ഹൈ ഡിയേഴ്സ്, പ്ലാന്റ്സ് ആൻഡ് ക്രാഫ്റ്റിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഞാൻ 3 വർഷം മുമ്പേ വാങ്ങിയ അഡീനിയമാണ്. ഇത് ഡബിൾ പെറ്റൽ, റെഡ് കളറിലുള്ള ഡബിൾ പെറ്റൽ അഡീനിയമാണ്. പക്ഷേ ഇത് ഞാൻ ശ്രദ്ധിക്കാതെ ഇത് ഒരു ബ്രാഞ്ച് ഉണ്ടായി, ഇതൊരു ബ്രാഞ്ച് ഉണ്ടായി. പക്ഷേ ഇത് നാടൻ വെറൈറ്റി സാധാരണ സിംഗിൾ പെറ്റലായിരുന്നു. ഇതിലായിരുന്നു ഈ ഡബിൾ പെറ്റൽ ഗ്രാഫ്റ്റ് ചെയ്തത്. ഇവിടെയായിരുന്നു ഗ്രാഫ്റ്റിംഗ് ചെയ്തത്. പക്ഷേ അത് ഗ്രാഫ്റ്റിംഗ് ചെയ്തത് ശ്രദ്ധിക്കാതെ ഇത് വളർന്ന് വലുതായി. ഒരു പ്രാവശ്യം ഇതിൽ സിംഗിൾ പെറ്റൽ പൂവ് ഉണ്ടായതിൻ്റെ ശേഷമാണ് ഞാൻ നോക്കിയത്. അപ്പോൾ ഇതിൽ പൂവുണ്ടായി കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു, ഈശ്വര ചതിച്ചോ എന്ന് വിചാരിച്ച് ഞാൻ ശ്രദ്ധിച്ചപ്പോഴാണ് ഇത് നാടനും ഇത് ഗ്രാഫ്റ്റിംഗ് ചെയ്തതും ആയത്. അപ്പം ഞാൻ ഉടനെ തന്നെ ഇതിനെ കട്ട് ചെയ്തു, ഇവിടെ പ്രൂൺ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇതിന് വളമിട്ട് കൊടുത്ത് എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്, അതുപോലെ തന്നെ ആട്ടിൻകാഷ്ടം, ചാണകം ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് വളമിട്ട് കൊടുത്തതിന് ശേഷം ഇതിൽ ഉണ്ടായ പൂക്കൾ നോക്കൂ. കണ്ടോ, നിറയെ മൊട്ട്, നിറയെ പൂവ്. ഇത് രണ്ടാമത്തെ ബ്രാഞ്ച്, ഇതിലുണ്ട് നിറയെ മൊട്ട്. ഇത് നമ്മൾ ശ്രദ്ധിക്കാണ്ട് വിട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ ഇത് നശിച്ചു പോയി, ഇത് വളർന്ന് വലുതാവുകയും ചെയ്യും, സാധാരണ സിംഗിൾ പെറ്റലും ആവുമായിരുന്നു. അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. അഡീനിയത്തിൻ്റെ ഗ്രാഫ്റ്റിങ്ങിൻ്റെ ഡിഫക്റ്റ് കൊണ്ടിട്ടാണ് ഇങ്ങനെ വന്നത്. ഇത് വേണമെങ്കിൽ ഇവിടെ വെച്ച് കട്ട് ചെയ്യാം. പക്ഷേ ഞാൻ വിചാരിച്ചു ഇത് സിംഗിൾ പെറ്റലും ഇത് ഡബിൾ പെറ്റലും ആയിട്ട് അപ്പോൾ ഒരു ചെടിയിൽ 2 വെറൈറ്റി പൂക്കൾ ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചു. പക്ഷേ നമ്മൾ ഇതിൻ്റെ വളർച്ച ക്രമീകരിച്ചാൽ മതി. ഇതിനെ കൂടുതൽ വളരാൻ സമ്മതിക്കാതെ നോക്കിയിട്ടുണ്ടെങ്കിൽ മാത്രം മതി. അപ്പോൾ 2 വെറൈറ്റി ഒരു ചെടിയിൽ വളർന്നോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ഇതിനെ നല്ലോണം ഇവിടുത്തെറ്റം കട്ട് ചെയ്തില്ല, അല്ലെങ്കിൽ ഇവിടുത്തെറ്റം കട്ട് ചെയ്യുമായിരുന്നു. അപ്പം എന്തായാലും ഈ റോസ്, അഡീനിയം ഒക്കെയുള്ള ചെടികളിൽ ഇതുപോലത്തെ പ്രശ്നങ്ങളുണ്ടാവും. റോസിൽ വൈൽഡ് റോസ് ഉണ്ടാവും, അടിയിൽ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത അതിൻ്റെ താഴേന്ന് വരും ശാഖ, അതും കട്ട് ചെയ്യണം. ഇതുപോലെ തന്നെ അതിനെ വളരാൻ വിട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ശരിയായിട്ടുള്ള റോസ് ഉണങ്ങിപ്പോവും. അതുപോലെ തന്നെ വൈൽഡ് റോസ് ഭയങ്കരമായിട്ട് വിഗ്രസായിട്ട് വളരുകയും ചെയ്യും. അപ്പോൾ നോക്കൂ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.